ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിലുള്ള പെരിങ്ങോട്ടുകര ദേവസ്ഥാന അമ്പലത്തിലാണുള്ളത്. ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല, എക്സാമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഞങ്ങളുടെ അമ്മായിയുടെ മകൻ മനിയേട്ടനും ഫാമിലിയൊക്കെ കൂടിയിട്ടാണ് പോയത്. ഒരു വൈകുന്നേരം ദീപാരാധന തുടങ്ങുന്ന സമയത്താണ് ഞങ്ങളവിടെ പോയത്. ഫ്രണ്ടിൽ തന്നെ ഇത്രയും വലിയ ഗേറ്റ്, പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും ദേവിമാരുടെ ഒക്കെ ഓരോ ശില്പങ്ങളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നു പോയിക്കഴിഞ്ഞാൽ കൃഷ്ണന്റെയും മുരുകന്റെയും അങ്ങനെ പല പല ദേവിമാരുടെ ഒക്കെ ശില്പങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇത്ര വലുതും ഭംഗിയുള്ള ക്ഷേത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ ഒരു ദേവലോകത്ത് പോയ പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ശിവപാർവതിയോടൊപ്പമുള്ള വിഷ്ണുമായ ശില്പമുണ്ട്. അതിന് ഏകദേശം 41 അടി ഉയരമുണ്ട്. അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി. ഫുൾ സ്വർണ്ണ നിറാണ്. സീലിംഗ് വരെ ഫുൾ സ്വർണ്ണ നിറാണ്. മൊത്തം മിന്നി തിളകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടെ മറ്റുള്ള അമ്പലങ്ങളിലെ പോലെ വീഡിയോ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വിഷ്ണുമായ മാത്രമല്ല കേട്ടോ, ഉള്ള ഭുവനേശ്വരി ഉണ്ട്, അയ്യപ്പനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയുണ്ട്. ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് പോയപ്പോൾ തിരക്കേ ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ട് റീൽസ് ഒക്കെ എടുത്തു. അതൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ആനയുടെ പ്രതിമ കാണാം. ശരിക്കും ആനയാണൊക്കെ വിചാരിക്കും, പക്ഷെ ആനയല്ല. അമ്പലത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. അതും കൂടാതെ കയറി വരുന്ന സ്ഥലത്ത് മുകളിലായിട്ട് അഷ്ടലക്ഷ്മികളെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റീലെടുക്കുകയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ചെയേഴ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ സിനിമ നടിമാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോ വലുതായിട്ട് ഫ്രെയിം ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടൊക്കെ റീൽസ് എടുത്തിട്ടുണ്ട്. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവസാനം ആയപ്പോഴേക്കും ദീപാരാധന തുടങ്ങി. പിന്നെ അവിടെ ചെണ്ട കൊട്ടണതൊക്കെ കാണാം. പിന്നെ വൈകുന്നേരമായി, ഇരുട്ടാവാറായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇരുട്ടായപ്പോൾ തന്നെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ മുകളിൽ പാലാഴി കടഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു സീന് അവിടെ ശില്പമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കയറി. അവിടെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആ ശിവന്റെയും പാർവതിയുടെയും വിഷ്ണുമായൻ്റെയും ആ ഒരു ശില്പം ഭയങ്കര രസമുണ്ടായിരുന്നു. ഫുള്ള് പിച്ചളം കൊണ്ടുള്ള പ്രഭാവലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് വലിയൊരു ഗരുഡനെ കാണാനായിട്ട് പറ്റും. അതിന് 21 അടിയാണ് ഉയരമുള്ളത്. പറന്നു പോവാനായിട്ട് റെഡി ആയി നിൽക്കുന്ന ഗരുഡൻ. ആ ഗരുഡൻ്റെ കാലിൻ്റെ അടിയിൽ പാമ്പുണ്ട്. ആ പാമ്പിനെ ചവിട്ടിയിട്ടാണ് ഗരുഡൻ നിൽക്കുന്നത്. പിന്നെ അതും കൂടാതെ തന്നെ അവിടെ ഗണപതിയുടെ പല ശില്പങ്ങളുണ്ട്. ഓരോരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതിൻ്റെ, തബല, പിന്നെ ചെണ്ട, ഹാർമോണിയം, അങ്ങനെ പലതരം ഉപകരണങ്ങൾ വായിക്കുന്നതിൻ്റെ പ്രതിമ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ മുടിയൊക്കെ അഴിച്ചിട്ട പോലെ ഒരു ശിവന്റെ രൂപമുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം ഞങ്ങൾ അവിടെ വെച്ചിട്ട് കുറച്ച് റീൽസ് എടുത്തു. പിന്നെ രാത്രിയായി, ഇരുട്ടായി. അപ്പോൾ അമ്പലം ഫുള്ള് മാല ബൾബും കൊണ്ടും പിന്നെ ലൈറ്റുകളൊക്കെ കൊണ്ട് നല്ല അലങ്കരിച്ച് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലത്തെക്കാട്ടില് രസം രാത്രിയാണ്, അങ്ങനെ ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട്. ഓരോ ശില്പങ്ങളുടെയും ഇവിടെയൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ നേരം വൈകിച്ചില്ല, അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇതാണ് കേട്ടോ ദേവസ്ഥാനം ഗസ്റ്റ് ഹൗസ്. നല്ല വിശാലമായ വലിയ ഗസ്റ്റ് ഹൗസ്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് യാത്രയായി. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.